ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ലെൻറ്റ് സീസൺ റെസിപ്പികളാണല്ലോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പൈനാപ്പിൾ ചട്നിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചട്നിയാണിത്. വളരെ ടേസ്റ്റിയുമാണ്. ഇത് ചപ്പാത്തി, അതുപോലെ തന്നെ ചോറ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു ചട്നിയാണിത്. ഇത് കുറേ ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്നാൽ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. പൈനാപ്പിൾ ചട്നിക്ക് വേണ്ടി നമുക്ക് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുള്ളും മാറ്റാം. അത് നമുക്കിങ്ങനെ ചരിച്ച് നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും. നമുക്ക് ഇതുപോലെ അതിൻ്റെ മുള്ള് നമുക്ക് നീക്കാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം മുള്ളെല്ലാം മാറ്റി പൈനാപ്പിൾ നല്ലതായിട്ട് ചെത്തിയെടുത്തു. ഒരു ഗ്രേറ്ററിൽ നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മൊത്തം അത് ഗ്രേറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ ഉള്ളിലെ ഈ കൂഞ്ഞ്, ആ കാമ്പ് നമുക്ക് വേണ്ട, അത് മാറ്റിക്കളയാം. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അധികം വേണ്ട നെയ്യ്, 1 ടീസ്പൂൺ മതി. നെയ്യ് ചൂടാകുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് 2-3 വറ്റൽ മുളക് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം ടൈപ്പ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂഞ്ഞ് അല്ലെങ്കിൽ കാമ്പ് അത് കളഞ്ഞതിന് ശേഷം ബാക്കിയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് അടച്ച് വെച്ച് സ്ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിക്കാം. ഒരു പകുതി വേവായി. നമുക്കതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ അളവനുസരിച്ച് ലൈറ്റായിട്ട് മധുരം വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടുതൽ മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പൈനാപ്പിൾ നല്ലതുപോലെ വെന്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പറങ്ങണ്ടിയും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇടാം. അത് നമ്മുടെ അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. പൈനാപ്പിൾ നല്ലതുപോലെ വെന്തു. ഇതിൻ്റെ ഉപ്പും പുളിയും എരിയുമൊന്ന് നോക്കാം. അല്പം ഉപ്പും കൂടെ വേണം. അല്പം ഉപ്പ് കൂടെ ഞാൻ ചേർത്തു. എരി നമുക്ക് ചില്ലി ഫ്ലേക്സ് അല്പം ഇട്ട് കൊടുക്കാം. എരി നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കാം. പുളി അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട്.
അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. നമുക്കിനി സ്റ്റൗവ് ഓഫ് ചെയ്യാം. നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. അങ്ങനെ രുചികരമായ ചട്നി റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചട്നിയാണിത്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള പൈനാപ്പിൾ ചട്നി റെഡിയായി. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ? പുളി, മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന, പൈനാപ്പിളിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.